ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ണിക്ക് കുറുക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശർക്കര പാനിയാക്കി കൂടെ വയ്ക്കുന്നുണ്ട്. ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ അതും കൂടെ പോയി കിട്ടാനായിട്ട് നമ്മൾ പാനിയാക്കി സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ശർക്കര നമ്മുടെ ഇടികല്ല് കൊണ്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് ഒരു 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഉണ്ണിക്ക് ഫുഡൊക്കെ കഴിക്കാൻ അത്യാവശ്യം നല്ല മടിയുണ്ട് കേട്ടോ. വായൊക്കെ പൊളിച്ചാലും ഭയങ്കര പടം. നമ്മൾ കുത്തി വേണം തീറ്റിക്കാനായിട്ട്. 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മധുരം കൊടുക്കരുതെന്നാണ് പറയുന്നത്. ശർക്കര പഞ്ചസാര ഒന്നും കൊടുക്കരുതെന്നാണ് പറയുന്നത്. ഞാനൊരു 1/2 സ്പൂൺ മാത്രമേ നമ്മൾ കുറുക്കുണ്ടാക്കുമ്പോഴേക്കും ഞാൻ ആഡ് ചെയ്യാറുള്ളൂ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഏലക്കായ കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ച് അതിനകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ശർക്കര എല്ലാം നല്ലപോലെ മെൽറ്റായിട്ട് വരട്ടെ. ഇനി ഇതൊന്ന് കുറച്ച് നേരം തിളപ്പിക്കാൻ വെക്കാം. ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. അതുപോലെ കുറച്ചൊന്ന് ശർക്കര പാനി ഇരുന്ന് പറ്റട്ടെ. അപ്പോഴേക്കും ഇനി നമുക്ക് കുറുക്കുണ്ടാക്കുന്ന പരിപാടിയിലോട്ട് പോകാം. ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ, കാരണം അടി പിടിക്കാതിരിക്കാനായിട്ട്. റാഗിയാണ് കേട്ടോ ഞാൻ കുറുക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വൈകുന്നേരത്തേക്ക് കൊടുക്കാനായിട്ടാണ് ഞാനത് കുറുക്കാനായിട്ട് എടുത്തത്. രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട്. ഒരു കൊച്ചു ജാറിനകത്തിട്ട് നമുക്ക് നല്ലപോലെ അരച്ച് അതിൻ്റെ പാലെടുക്കണം. ഇത് അരച്ചതിന് ശേഷം ഫസ്റ്റ് ഞാനൊന്ന് അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. അതിന് ശേഷമാണ് തുണിയിലരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാം. ഒരുപാട് നേരം ഇത് വെച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കേണ്ട. തുണി കൂടെ ആകുമ്പോൾ ഇതിൻ്റെ തവിടും കൂടെ വരുമ്പോഴേക്കും നമുക്ക് അരിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അരിച്ചെടുത്ത പാല് നമുക്കൊരു കൊച്ചു പാത്രത്തിനകത്ത് വെച്ച് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കാം. അത് അടി പിടിക്കാതിരിക്കാനായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പുറത്ത് ഞാൻ ശർക്കര പാനിയും കൂടെ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് അതും കൂടെ ഇളക്കി കൊടുക്കാവേ. പാനി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു ബോട്ടിലിൽ അരിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാണ് ഞാൻ സൂക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഉണ്ണിക്കുട്ടന് കൊടുക്കാം. ഞാൻ ഈ ഫീഡിങ് ബിബ് കല്ലൂന് മേടിച്ചതായിരുന്നു. ഇപ്പോൾ ഇവനാണ് യൂസ് ചെയ്യുന്നത്. കല്ലു ഇപ്പം നല്ല ഉറക്കം കേട്ടോ. ആ ടൈമിൽ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഫോൺ കണ്ടാൽ ഇപ്പോൾ കല്ലൂന് വേണം. അതാ ഇപ്പോൾ അവസ്ഥ. നിങ്ങളുടെ മക്കൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.